ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല. ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. 2 ദിവസം മുമ്പ് ശ്രീവിദ്യ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാനും ഭർത്താവും നന്ദുവും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞതാണ്. ആ ഒരു തമ്മിൽ വന്നപ്പോൾ തന്നെ അവർ തമ്മിൽ കുറേ നാളായിട്ട് വീഡിയോസിൽ ഒരുമിച്ച് വരുന്നതൊന്നും തന്നെ ഇല്ലായിരുന്നു അവരുടെ യൂട്യൂബ് ചാനൽ. ഇനി അത് സത്യമായിരിക്കും എന്നാണ് പറഞ്ഞ് എല്ലാവരും ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി കയറിയത്. പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ശ്രീവിദ്യക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിലാണ് എല്ലാവരും കമൻറ്റ് ബോക്സ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പറയുകയുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ശ്രീവിദ്യ അതിനകത്ത് പറഞ്ഞതെന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ തമ്മനയിൽ ശരിയാണ്. അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല. ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇതാണ് 2025 ആദ്യത്തെ വീഡിയോ. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ട് നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ട്, അവർക്കറിയാം. ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. ഇതാണ് സത്യം. ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം ഡെയിലി നടക്കേണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തുതരാം. അപ്പൊ ഈ ഡാർക്ക് ഇങ്ങനൊരു വീഡിയോയാണ് ശ്രീവിദ്യ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത്. അതും തമ്മിലൊക്കെ ഞാൻ നന്ദുമായിട്ട് വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വ്യൂസിന് വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങൾ തമ്മിൽ കണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഞങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുവാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് വർക്കുണ്ട്, വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടിടത്താണ് 2-3 വട്ടമാണ് ഇപ്പം കാണുന്നത്. സോ അത് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് നേരെ പോകുന്നതെന്ന് ഒരു പ്രമോഷൻ്റെ കാര്യത്തേക്കാണ്. നിങ്ങൾക്കിപ്പം വിഷമിച്ചിരിക്കുമായിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരും, അതിന് വേണ്ടി ഒരു സിറം പരിചയപ്പെടുത്തി തരാം എന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു വ്യൂവേഴ്സ്, ഇത് കാണുന്നവരെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നവർ എൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നു. ഇങ്ങനെയൊക്കെ ഇട്ട് പറ്റിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് മാന്യമായിട്ട് ആ വീഡിയോ ഇട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടത്. അതിന് താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രൊമോഷന് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം പറഞ്ഞാൽ അവരൊരു ഹോട്ടൽ തുടങ്ങണമെന്നൊക്കെ ഒരു ഭർത്താവ് രാഹുൽ തീരുമാനിച്ചിരുന്നു. അതും തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ശ്രീവിദ്യയ്ക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണമെന്നുണ്ട്. അതിനെക്കുറിച്ചും പ്ലാൻ എഴുതുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അവരുടെ പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതൊക്കെ ഭയങ്കര നിസ്സാരമായിട്ട് രീതിയിൽ ഓഡിയൻസിന് പറ്റിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരുന്നത്. ഇതിനാണ് എല്ലാവരും ഇപ്പോൾ നെഗറ്റീവും റിയാക്ഷനൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. അതും പ്രത്യേകിച്ച് നോക്കിയത് കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു BGM ഒക്കെ ഇട്ട് സാഡൊക്കെ ആക്കിയിട്ടാണ് ആ തുടങ്ങുന്നത് തന്നെ. നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ചുമ്മാ പറ്റിയിട്ടാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രീവിദ്യക്കെതിരെ രംഗത്ത് വന്നേക്കുവാണ്. നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.